പണ്ഡിതനായ ചാണക്യൻ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട പല ഉപദേശങ്ങളും നമുക്കായി തന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഉപദേശമാണ് ചിലരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തണം, അവരെ അടുപ്പിക്കാനേ പാടില്ല. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ ചാണക്യൻ തന്നതിൽ നിന്ന് കുറച്ച് ഉപദേശങ്ങൾ നമുക്കിന്ന് കേട്ടാലോ. നമ്മെ നേരിൽ കാണുമ്പോൾ മുഖസ്തുതി പറയുകയും പുകഴ്ത്തുകയും അല്പസമയം മാറി നിൽക്കുമ്പോൾ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ എന്ന് ഭാവിക്കുന്നവരെ ഒരിക്കലും അടുപ്പിക്കരുത്. നീചരുമായുള്ള ഇടപാടുകൾ ഒരാളെ വലിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കും. അവരുമായുള്ള അടുപ്പം ഒഴിവാക്കാൻ പറ്റാത്തത് തുടക്കത്തിൽ അവരെ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അവരുടെ പ്രത്യേകതകൾ, ദുഷ്പ്രവൃത്തികളെ അഭിമാനത്തോടെ അവതരിപ്പിക്കുക, മറ്റുള്ളവരെ അപമാനിക്കുക, കപടമായ വൈകാരികത അഭിനയിക്കുക, ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ വിശ്വാസവഞ്ചന കാണിക്കുക. വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നുമാണ് ഒരു വ്യക്തിയുടെ സംസ്കാരവും കുടുംബമഹിമയും വെളിവാകുന്നത്. വാക്കുകളിലെ മിതത്വവും ശ്രദ്ധയുമാണ് ഒരാളുടെ സംസ്കാരത്തിൻ്റെ സൂചന. പാപപ്രവൃത്തികളിൽ ഏറ്റവും ഹീനമായവ പോലും മാറ്റുന്ന പുണ്യപ്രവൃത്തിയാണ് അന്നദാനം. ദുർബലരും എന്തെങ്കിലും പോരായ്മകളും സംഭവിച്ചവരുമാവും പലപ്പോഴും അപമാനിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ മറ്റൊരാളെ അപമാനിക്കുന്ന ഒരുവൻ അവനവൻ്റെ തന്നെ ആത്മാവിനെ നശിപ്പിക്കുന്നവരാണെന്ന് ചാണക്യൻ പറയുന്നു. മറ്റുള്ളവരെ അപമാനിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും കടുത്ത സ്വഭാവദൂഷ്യമാണ്. മാന്യതയും വ്യക്തിത്വവും ഉള്ളവരെ കാണുന്നത് തന്നെ ഇതൊന്നുമില്ലാത്തവർക്ക് അസ്വസ്ഥത ആയിരിക്കും. ലോകത്തിൻ്റെ ആകർഷണം നേടാനും വശത്താക്കാനും ദാനം പോലെ മറ്റൊരു ഉപായമില്ല. എല്ലാ പാപങ്ങളെയും മറികടക്കാൻ ദാനത്തിലൂടെ സാധിക്കും. ദാനധർമ്മത്തിൻ്റെ പ്രാധാന്യം എല്ലാ മതങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. സ്വാർത്ഥലക്ഷ്യമില്ലാതെ രഹസ്യമായി ചെയ്യുന്ന ദാനം വളരെ പുണ്യമാണ്. വിവാഹിതയായ സ്ത്രീ ഒരിക്കലും ഭർത്താവിൻ്റെ വരുമാനത്തെക്കുറിച്ചോ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ പുറത്തുള്ളവരോട് പറയരുത്. സമ്പത്തിലോ പദവിയിലോ സൗന്ദര്യത്തിലോ അഭിമാനിക്കുന്ന ഒരാളുമായി നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കരുത്. നിങ്ങളെ ദ്രോഹിക്കുന്ന, പിന്നിൽ നിന്ന് കുത്തുന്ന തന്ത്രശാലിയായ സുഹൃത്തുക്കളിൽ നിന്നും അകന്നു നിൽക്കാൻ ചാണക്യൻ ഉപദേശിക്കുന്നു. നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളും ബഹുമാനിക്കണം. മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന ഒരാൾ ബഹുമാനത്തിന് അർഹനല്ല. ഒരു സ്ത്രീ അത്യാഗ്രഹിയാണെങ്കിൽ വീട് ഒരിക്കലും പുരോഗതി പ്രാപിക്കില്ലെന്ന് ചാണക്യൻ പറയുന്നു. സൗമ്യതയും ലാളിത്യവും വിനയവുമൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ആയാൽ നല്ലതല്ല. കൂടുതൽ ധർമ്മിഷ്ഠരാകരുത്, അത് പാപമാണ്. സ്നേഹവും കരുണയും സഹാനുഭൂതിയും ഒരു ഉത്തമ മനുഷ്യൻ്റെ അമൂല്യമായ സ്വഭാവ സവിശേഷതകളാണ്. പക്ഷേ നമ്മുടെ സഹാനുഭൂതിക്കും കരുണക്കും സഹായത്തിനും അർഹതപ്പെട്ടവർ നമുക്ക് ചുറ്റുമുണ്ട്. അർഹതപ്പെട്ടവർക്ക് മാത്രം നിങ്ങളുടെ കരുണ അർഹിക്കുന്നുള്ളൂ. ആചാര്യനായ ചാണക്യൻ പറയുന്നത്, ഇഹലോക ജീവിതത്തിലെ ദുഃഖങ്ങളാൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന 3 കാര്യങ്ങളാണുള്ളത്: മക്കളും ഭാര്യയും സജ്ജന സംസർഗവും. അതുപോലെ രാജാവ് ഒരു കാര്യം ഒരിക്കൽ മാത്രം ആജ്ഞാപിക്കുന്നു, പണ്ഡിതന്മാർ ഒരു കാര്യം ഒരിക്കൽ മാത്രം ഉപദേശിക്കുന്നു എന്നും ആചാര്യൻ ചാണക്യൻ പറയുന്നു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റിയും ആചാര്യനായ ചാണക്യൻ പറയുന്നു. നമ്മൾ ആരെയും കാരണമില്ലാതെ ശത്രു എന്ന് കരുതരുത്. അതുപോലെ തന്നെ നമ്മൾ ആരെയും ഒരു കാരണമില്ലാതെ മിത്രമായും കാണാൻ പാടില്ല. കാരണം ഈ ലോകത്തിലുള്ള ഭൂരിഭാഗം ആളുകളും സ്വന്തം കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് കൂട്ടുകൂടുന്നതും അകലുന്നതും, അതുപോലെ നല്ല പോലെ വെക്കുന്നതും ദ്രോഹിക്കുന്നതും. ശത്രുക്കൾ ഉണ്ടാകാൻ നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യണമെന്നില്ല. നന്മ ചെയ്താലും ശത്രുക്കൾ ഉണ്ടാവും. നമുക്ക് സ്നേഹവും പരിഗണനയും തരുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും മറക്കാതിരിക്കുക. കാരണം പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ ഒന്നാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക. ചാണക്യൻ പറയുന്നു, വേദന ജീവിതത്തെ അത്ഭുതകരമായി മാറ്റിമറിക്കുന്നു. വേദന താൽക്കാലികമാണ്, അത് നൽകുന്ന പാഠം ശാശ്വതമാണ്. വേദനയെ അഭിമുഖീകരിക്കുക, അതാണ് വിജയത്തിലേക്കുള്ള വഴി. വേദന നിങ്ങളെ ശക്തനാക്കുന്ന പരിശീലനമാണ്. വേദനയെ പ്രയാസമായി കരുതരുത്, അത് നിങ്ങളെ കരുത്തരാക്കുന്നു.
വേദനയിലൂടെയാണ് വളരെ വലിയ വിജയങ്ങൾ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. സ്വന്തം വീട്ടിലായാലും, അല്ലെങ്കിൽ സമൂഹത്തിലായാലും, അല്ലെങ്കിൽ നമ്മുടെ പലരിൽ നിന്നും നമുക്ക് ഒരുപാട് വേദനകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ഈ വേദനകളെല്ലാം നാളെ നമുക്കുള്ള വിജയത്തിലേക്കുള്ള ഒരു അത്ഭുതകരമായ ഒരു കാര്യം തന്നെയായിട്ട് എടുക്കണം നമ്മളെല്ലാവരും. കാരണം നമുക്കൊരു വേദന വന്നാൽ തളർന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും, അല്ലേ? അങ്ങനെയല്ലാതെ തന്നെ ഈ വേദനകളെല്ലാം നമുക്ക് മുന്നോട്ടുള്ള ഒരു വിജയത്തിലേക്കുള്ള ഒരു പാതയായിട്ട്, നമ്മളീ വേദനിച്ചതിൻ്റെ ഇരട്ടി നമ്മളെ ശക്തരാക്കി നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ആ വേദനകളെല്ലാം ഇന്ന് വളരെ ശക്തമായി തന്നെ അനുഭവിച്ച് നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. എന്തിന്? നാളെ ഈ സഹിച്ച വേദനകളെല്ലാം മാറി നമുക്കുള്ള നല്ല കാലം വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു വിജയം നമ്മളുടെ മുന്നിലേക്ക് വരുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വേദനകളെല്ലാം നമുക്ക് മറക്കാനും, അതൊക്കെ വളരെ ശക്തിയോടുകൂടി മനസ്സിന് ഒരുപാട് ബലം കൊടുത്ത് അത് നമുക്ക് സഹിക്കാനുള്ള കരുത്ത് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം.